മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു സിപ്പപ്പ് ഉണ്ടാക്കാം. കവറിലിട്ടില്ലെന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്നറിയണ്ടേ? ചെമ്പരത്തിപ്പൂവും കൊണ്ട്. ചെമ്പരത്തിപ്പൂ ആദ്യം തിളപ്പിച്ച് അതിൻ്റെ നീരെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിച്ചിരി പാൽപ്പൊടി ചേർത്ത്, അതുകൊണ്ടാണ് ഈ നിറം. കണ്ടോ, നിറം മാറിപ്പോയിന്. പക്ഷെ നല്ല രുചിയുണ്ട്. ചുമപ്പങ്ങ് മാറി, വെള്ളയും കൂടെ കലർന്ന കളറായിപ്പോയി. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കണ്ടോ, നല്ല സിബ പോലെ ഇതിനകത്തേക്ക് ഒരു ഈർക്കിലും ശംഖുപുഷ്പം കൊണ്ടും ഉണ്ടാക്കി. അത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ശംഖുപുഷ്പം അതും കൊണ്ടും ഉണ്ടാക്കി നോക്കിയല്ല, നേരത്തെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. ചെമ്പരത്തി പൂവും കൊണ്ടും ഉണ്ടാക്കി. ചെമ്പരത്തി പൂവിനകത്ത് ഇച്ചിരി പാൽപ്പൊടിയും കൂടെ ചേർത്തോട്ട് അതിന് കളറ് മാറിപ്പോയി. എന്നാലും നല്ല രുചിയുണ്ട്, കളറ് കുറവാണെങ്കിലും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയുണ്ട്, നല്ല രുചിയാണ്. കണ്ടോ, ഒന്ന് കഴിച്ചു നോക്കിയാലോ. നല്ല നല്ല പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ രുചിയുണ്ട് ഇതിന്. ഉണ്ടോ, ചെമ്പരത്തി പൂവും കൊണ്ട് ഐസ്ക്രീമും ഉണ്ടാക്കാം, സിബപ്പ് ഉണ്ടാക്കാം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ രുചിയാണ്. പാൽപ്പൊടിയും ഇച്ചിരി ഏലക്കായും പഞ്ചസാരയും എല്ലാം കൂടെ പൊടിച്ചിട്ട് അതിനകത്ത് ഒരു ഈർക്കിലും വെക്കുക. നമുക്കപ്പം ഇതുപോലെ എടുത്ത് കയ്യിലാകാതെ കഴിക്കാം, ഐസ് പോലെ. ചെമ്പരത്തിപ്പൂവും ശംഖുപുഷ്പം കൊണ്ട് സിപ്പപ്പ് ഉണ്ടാക്കി. കണ്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ. എന്താ ഇത്, ശംഖുപുഷ്പം തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് അതും ഇതുപോലെ കണ്ടോ, അതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് വെക്കുക. ഇതും അതുപോലെ തിളപ്പിച്ച് അതിൻ്റെ നീരെടുത്തതാണ്. ചെമ്പരത്തി പാൽപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് അതിന് നിറം മാറിപ്പോയി. പക്ഷെ രുചിയുണ്ട് കേട്ടോ, നല്ല രുചിയാണ്. എന്നിട്ട് അതിലൊരു കോലും കൂടെ കുത്തി വെച്ച് കൊടുത്താൽ മതി. ഈർക്കിൽ, തെങ്ങിൻ്റെ ഈർക്കിൽ നല്ലോണം ചെത്തിയെടുത്ത് അതിലേക്ക് വെച്ചാൽ നമുക്കിത് ഇതുപോലെ ഇതെടുത്ത് കഴിക്കാം. ഈർക്കിലോട് നമുക്ക് എടുത്ത് കഴിക്കാം. ഞാനിപ്പോൾ എടുത്തില്ലായിരുന്നോ, ഇതാ